ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത പാഠം പഠന സത്രമായിട്ട് ശ്രീധരിയം ഗ്രൂപ്പിലൂടെ നടക്കുകയാണ്. ഏവർക്കും ജന്മാന്തര സുഹൃതം കൊണ്ട് കിട്ടിയതാണ് ഇങ്ങനെയുള്ള ഭാഗവത പഠനം. വളരെ അടിസ്ഥാനപരമായിട്ട് ഗുരുപരമ്പരകൾ ഉപദേശിച്ച ആ വഴികളിലൂടെ നമ്മൾ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സംശയമുള്ളവരുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് മെസ്സേജിലൂടെയോ ഫോൺ കോളിലൂടെയോ ചോദിക്കുക. സമയത്തിനനുസരിച്ച് മറുപടി തരാൻ ശ്രമിക്കാം. അത്തരം സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അടുത്ത പാഠത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതൊരു മഹാഭാഗ്യമായിട്ടെടുക്കുക. പരമാവധി ഇതൊക്കെ നമുക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ്, ഭഗവാൻ തന്ന അവസരമാണ്. അത് കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തുക. അതുപോലെ ഈ ഗ്രൂപ്പിലുള്ളവർ ഭാഗവത പാഠങ്ങൾ ഓരോന്നായിട്ട് അയച്ചു തരുന്നു. അതോടൊപ്പം നിർദ്ദേശങ്ങളും തരുന്നു. ശ്രീധരിയം എന്ന ഗ്രൂപ്പിലൂടെയാണ് പാഠങ്ങളും നിർദ്ദേശങ്ങളും തരിക. അത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക. പ്രശ്നോത്തരി പാഠങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഭാഗവതത്തെ സംബന്ധിച്ചുള്ള ഒരു പരിജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭാഗവതത്തിൽ എത്ര സ്കന്ധങ്ങളുണ്ട്, ഭാഗവതത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്, ഭാഗവതത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്, പരീക്ഷിത്ത് ആരാണ്, പരീക്ഷത്തിന്റെ പിതാവ് ആരാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ചോദ്യോത്തരത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭാഗവത പ്രശ്നോത്തരി 10-ാം തീയതി മുതൽ, ഡിസംബർ 10-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അത് നമുക്ക് കൂടുതൽ ഗുണകരമാകും. പ്രശ്നോത്തരിയിൽ ചോദ്യം ചോദിച്ച് എല്ലാവരോടും ചോദ്യം ചോദിക്കും, എന്നിട്ട് ഉത്തരം പറയേണ്ടി വരുമെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് മാറിപ്പോകേണ്ടവരൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആരോ സംശയം ചോദിച്ചു. ഒന്നും വേണ്ട, പറ്റുന്നുണ്ടെങ്കിൽ പറയുക, പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയിടുക. അതെന്തിനാണെന്ന് വെച്ചാൽ ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ ഒരു അവസരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒന്നും നിർബന്ധമുള്ള ഒന്നല്ല, സർക്കാരിന്റെ പദ്ധതിയല്ല. ആത്മീയമായ പരിജ്ഞാനം നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഹൈന്ദവ സമൂഹത്തിൽ മാത്രമാണ് നമ്മുടെ കുട്ടികളെ പുരാണങ്ങളും അതുപോലുള്ള കാര്യങ്ങളും പഠിപ്പിക്കാത്തത്. മറ്റു മതങ്ങളിലൊക്കെ അവരുടെ മതപഠനങ്ങളുണ്ട്. നമുക്കിതൊന്നും ഇല്ലാത്ത അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ വളരെ പ്രയോജനപ്പെടുന്നതാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ടാണ് ഭാഗവത ധർമ്മ പീഠത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ശ്രീധരിയം ഗ്രൂപ്പിലൂടെ പഠനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പരമാവധി എല്ലാവരും സഹകരിക്കുക. ഈ വോയിസ് ഇടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ശ്രദ്ധിച്ച് 1-2 തന്നെ കേൾക്കണം. ഇത് കേൾക്കാതെ കണ്ട് ഇങ്ങോട്ട് വീണ്ടും ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. അത് വേണ്ട. പ്രശ്നോത്തരി ഒക്കെ നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ടാണ്. പാഠങ്ങളൊക്കെ എഴുതി വെക്കുക, ശ്രദ്ധിക്കുക, പലതവണ ആവർത്തിച്ച് കേൾക്കുക. നമ്മൾ തരുന്ന കാര്യങ്ങൾ കേൾക്കുകയും നോക്കി ചൊല്ലാറാവുകയും ചെയ്താൽ മതി. തെറ്റാതെ, പദങ്ങൾ തെറ്റാതെ അക്ഷരസ്ഫുടതയോടുകൂടി നോക്കി ചൊല്ലുകയേ വേണ്ടതുള്ളൂ ഭാഗവതം. അല്ലാതെ ഭാഗവതത്തിലെ ഈ ശ്ലോകങ്ങൾ മുഴുവനും, മഹാത്മ്യം മുഴുവൻ ബൈഹാർട്ട് പഠിക്കേണ്ടതൊന്നുമല്ല. ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. ഞാൻ പഠിക്കുക എന്ന് പറഞ്ഞ് ചൊല്ലാൻ പഠിക്കുക, പാരായണം പഠിക്കുക എന്നുള്ളതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ബൈഹാർട്ട് പഠിക്കേണ്ടതിന് ബൈഹാർട്ട് പഠിക്കുക, ഹൃദയസ്ഥമാക്കുക എന്ന് പ്രത്യേകിച്ച് പറയും. അങ്ങനെയുള്ള ചില ശ്ലോകങ്ങളുണ്ട്, അങ്ങനെയുള്ള സ്തുതികളുണ്ട്. അത് നമുക്ക് എപ്പോഴും മുതൽക്കൂട്ടായിട്ട് വരും. കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കുക. നമസ്കാരം. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് പുതിയ പാഠം ഇടുകയാണ്. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഭാഗവത പാഠങ്ങൾ ഇട്ടു തരുന്നത്. എല്ലാ ദിവസവും
സാധിക്കാത്തത് കൊണ്ടല്ല, മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. പക്ഷെ എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി 48 മണിക്കൂർ സമയം നീക്കി വെച്ചിട്ടുണ്ട് 2 ശ്ലോകത്തിന്. അതിൻ്റെ അർത്ഥവും ഇതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അതൊരു 5-6 തവണയെങ്കിലും മിനിമം കേട്ടതിന് ശേഷം ചൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ സമയം തരുന്നു. അവരവരുടെ സൗകര്യം പോലെ ജോലിക്ക് പോകുന്നവരത് കഴിഞ്ഞ് വന്നിട്ടോ ഇന്ന് രാത്രി പറ്റിയില്ലെങ്കിൽ നാളെ രാത്രിയിലോ നാളെ പകലോ ഒക്കെ ആയിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ 48 മണിക്കൂറിൻ്റെ ഇടവേളയിൽ പാഠങ്ങൾ അയക്കുന്നത്. സംസ്കൃതമാണ് ശ്ലോകങ്ങളെങ്കിലും വളരെ ലളിതമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. മലയാളം പഠിക്കാനാവുന്നവർക്കും, അതായത് വളരെ ലളിതമായിട്ട് മലയാളത്തിൽ ഭാഷയിൽ അത് പറഞ്ഞു തരുന്നുണ്ട്. വളരെ ഈസിയാണ്, പഠിക്കാൻ ഒരു വിഷമമില്ല. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പക്ഷെ ഇത്രയും അവസരങ്ങളുണ്ടായിട്ടും ഒരിക്കൽ പോലും ശ്രദ്ധിച്ചു കേൾക്കാൻ സമയമില്ല എന്ന് പറയുന്നത് വളരെ വളരെ ദയനീയമായ അവസ്ഥയാണ്. കാരണം കേൾക്കുന്നില്ല പലരും. കേൾക്കാതെ തന്നെ ശ്ലോകം 13-14 എന്ന് പറയുമ്പോഴേക്ക് തന്നെ ചൊല്ലിയിടുകയാണ്. അത് ശരിയല്ല. കാരണം നമ്മളൊരു പാഠം അത് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ചൊല്ലി പരിശ്രമിച്ചിട്ടുള്ളവർ, കുറേ തവണ കേട്ടിട്ടുള്ളവർക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരും. കാരണം ആ ഉച്ചാരണവും ആ സമ്പ്രദായവും നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണായ വയം നുമ എന്ന് പറയണം. നമ അല്ല, വയം എന്ന് പറഞ്ഞാൽ നുമ ആണ് എന്ന് പറഞ്ഞാൽ അത് പരമ്പരകൾ പറഞ്ഞു തന്നതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇനി പുതിയതായിട്ടുള്ള പുസ്തകത്തിൽ നമ എന്നുണ്ടെങ്കിലും അതിന് ഞാൻ ഉത്തരവാദിയല്ല, അല്ലെങ്കിൽ അതല്ല ശരിയായിട്ടുള്ള പാഠം. നമ്മൾ ശരിയായിട്ടുള്ള പാഠത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുക. പിന്നെ നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിൽ പറയുന്നത് എന്താണ്, ദൈവഹിതത്തിന് വിപരീതമാണ് പറയുന്നത്. കാരണം സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ പരിശ്രമിക്കുക. പിന്നെ അശുദ്ധികൾ, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, ചില തിരക്കുകളൊക്കെ ബന്ധപ്പെടാം. അങ്ങനെയൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാലെങ്കിലും ശ്രദ്ധിക്കുക. അത്രേ പറയാനുള്ളൂ ഈ സന്ദർഭത്തിൽ. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ ഒരു തിരക്കില്ലാതെ കണ്ടിങ്ങനെ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു, അങ്ങനെയുള്ളത് കൊണ്ട് എന്തെങ്കിലും പഠിപ്പിച്ചേക്കാന്ന് വിചാരിച്ച് പഠിപ്പിക്കുന്നൊന്നുമല്ല. പലതരത്തിലുള്ള തിരക്കുകൾ ബന്ധപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് രാത്രിയിലൊക്കെ ഇരുന്നിട്ട് ഇത് ചെയ്തു തരുന്നത് എന്നുള്ളതെങ്കിലും ഈ പഠിതാക്കൾ ബോധ്യപ്പെടണം. കാരണം തിരമാല ഒഴിഞ്ഞിട്ട് കടലിൽ കുളിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അതിശക്തമായിട്ട് വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കും. അതിനിടയിൽ നമ്മൾ കുളിക്കലാണ് കടലിൽ ചെയ്യുന്നതെങ്കിൽ, അതുപോലെ ഈ സംസാര സാഗരത്തിൽ തിരക്കുകൾ ഒഴിയുന്നത് ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടുള്ള സമയം പ്രയോജനപ്പെടുത്തി ഇത് കിട്ടിയത് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ തന്ന അവസരമാണെന്നുള്ള ഭാവത്തോടുകൂടി, ബോധത്തോടുകൂടി ഏറ്റെടുത്ത് ആവർത്തിച്ച് ചൊല്ലിക്കേട്ട് ഇതിൽ എല്ലാവരും സജീവമാകണമെന്ന്, ഈ ഗ്രൂപ്പിൽ ഏവരും സജീവമാകണം എന്ന് ഭാഗവത കുടുംബാംഗങ്ങളോട്, ശ്രീധരിയം കുടുംബാംഗങ്ങളോട് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.